السلام عليكم ورحمة الله وبركاته. الحمد لله الواحد الأحد الفرد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد، غافر الذنب وقابل التوب شديد العقاب ذي الطول لا إله إلا هو إليه المصير. نحمده سبحانه وتعالى ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلله فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم، وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أما بعد، فإن خير الكلام كلام الله، وخير الهدي هدي النبي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أعاذني الله وإياكم من النار. ألا لا إيمان لمن لا أمانة له، ولا دين لمن لا عهد له. عباد الله، أوصيكم وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. وأنكحوا الأيام منكم والصالحين من عبادكم وإمائكم إن يكونوا فقراء يغنهم الله من فضله والله واسع عليم. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസികളെ, പ്രപഞ്ചനാഥനായ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം പരമാവധി പാലിച്ച് ജീവിക്കണമെന്ന് ആദ്യമായി വസിയ്യത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. കാരുണ്യവാനായ നാഥൻ ജീവിതത്തിൽ തഖ്വ പുലർത്താനും അതുവഴി അവൻ വാഗ്ദാനം ചെയ്തിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളും ഇഹപര ജീവിതങ്ങളിൽ നേടിയെടുക്കാനും നമ്മെയും നമ്മുടെ മാതാപിതാക്കളെയും ഭാര്യാസന്താനങ്ങളെയും ഗുരുനാഥന്മാരെയും നമുക്ക് പ്രിയപ്പെട്ട എല്ലാവരെയും പ്രത്യേകമായി തുണക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ജീവിതത്തിന്റെ വിവിധങ്ങളായ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട് കാരുണ്യവാനായ നാഥനോട് നമ്മൾ നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രാർത്ഥനകൾ അല്ലാഹു ഖബൂൽ ചെയ്ത് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. മിനൽ മുഅ്മിനീന റിജാലുൻ സദഖൂ മാ അഹദുല്ലാഹ അലൈഹി
فمنهم من قضى نحبه ومنهم من ينتظر وما بدلوا تبديلا. ജനങ്ങളിൽ മനുഷ്യരിൽ വിശ്വാസികളായവരിൽ ജീവിതവുമായി ബന്ധപ്പെട്ട് അല്ലാഹുവുമായി ഏർപ്പെട്ടിട്ടുള്ള തങ്ങളുടെ കരാറുകൾ, കമ്മിറ്റ്മെന്റുകൾ, പ്രതിബദ്ധതകൾ, അതിൽ സത്യസന്ധത പുലർത്തുന്നവരുണ്ട്. അവരിൽ തന്നെയും പലരും ജീവിതത്തിലെ അവരുടെ ദൗത്യം നിർവഹിച്ചുകൊണ്ട് കടന്നുപോയവരുണ്ട്. തങ്ങളുടെ ഊഴം കാത്തു പ്രതീക്ഷിച്ചിരിക്കുന്നവരും അവരുടെ കൂട്ടത്തിലുണ്ട്. വിശുദ്ധ ഖുർആനിലെ വളരെ സവിശേഷതയുള്ള ഒരായത്താണിത്. ബഹുമാന്യനായ ജനാബ് ഹൈദരിലെ ഇഷാൻ ഈ മഹല്ലിൽ നിറഞ്ഞു ജീവിച്ചതിന് ശേഷം ഈ മഹല്ലിന്റെ സജീവമായ ജീവിത മണ്ഡലങ്ങളിൽ നിന്ന് ഈ പള്ളിക്ക് ചാരെ ഒരുക്കപ്പെട്ട ഖബറിലേക്ക് അല്ലാഹുവിന്റെ വിധിപ്രകാരം പടിയിറങ്ങിപ്പോയതിന് ശേഷമുള്ള ഒരു സന്ദർഭത്തിലാണ് നമ്മളുള്ളത്. ശാന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം ഹൈദരലി സാഹിബ് ആരായിരുന്നു എന്നത് ആർക്കും പ്രത്യേകിച്ച് വിശദീകരിക്കേണ്ടതില്ലാത്തതാണ്. ശാന്തപുരം എന്ന് പറഞ്ഞാൽ ഹൈദരലി സാഹിബായിരുന്നു. ഹൈദരലി സാഹിബ് എന്ന് പറഞ്ഞാൽ ശാന്തപുരമായിരുന്നു. ഒരുപക്ഷെ ശാന്തപുരം എന്ന കേരളത്തിലെ ഒരു മാതൃകാ മഹല്ലിന്റെ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു പ്രദേശത്തിന്റെ പുറം ലോകത്തേക്കുള്ള കണ്ണാടി ബഹുമാന്യനായ ഹൈദരലി സാഹിബായിരുന്നു. പലയിടങ്ങളിലും ചെന്നാൽ നിങ്ങൾ ശാന്തപുരത്തുകാരനാണെന്ന് അറിഞ്ഞാൽ മിക്കവാറും നിങ്ങൾക്ക് അഭിമുഖീകരിക്കേണ്ടി വരുന്ന ചോദ്യം ഹൈദരലി സാഹിബ് എങ്ങനെയുണ്ട് എന്നതാണ്. അങ്ങനെ നിറഞ്ഞ് ഈ മഹല്ലിനെയും ഈ പ്രദേശത്തെയും പ്രതിനിധീകരിച്ച ഒരു മഹാനുഭാവൻ, അദ്ദേഹത്തിന്റെ വിയോഗത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ ഒരു ഉൾക്കിടിലത്തോടുകൂടിയല്ലാതെ, നെഞ്ചുപൊട്ടാതെ നമുക്ക് ഓർക്കാൻ കഴിയില്ല എന്നതാണ് വസ്തുത. നിറഞ്ഞ പുഞ്ചിരിയോടെ, അങ്ങേയറ്റത്തെ വിനയത്തോടെ, എന്നാൽ അത്ഭുതപ്പെടുത്തുന്ന പാണ്ഡിത്യ ഗരിമയോടെ, നമുക്കിടയിൽ എന്ന് പറഞ്ഞാൽ ശാന്തപുരത്ത് ജീവിച്ചതിനേക്കാളേറെ ജീവിതത്തിലുടനീളം അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ അദ്ദേഹം സ്വയം തെരഞ്ഞെടുത്തതല്ലാത്ത മേഖലകളിൽ, വഴികളിൽ, നിയോഗിക്കപ്പെട്ട മേഖലകളിൽ അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ ഇസ്ലാമിക പ്രബോധനവും ഇസ്ലാമിക പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട ഉത്തരവാദിത്തങ്ങളും
അധ്യാപന ജോലിയും ഒക്കെ നിർവഹിച്ചുകൊണ്ട് കടന്നുപോയിട്ടുള്ള ഒരാളാണ് ഹൈദരലി സാഹിബ്. അദ്ദേഹത്തിന്റെ ഒരാത്മകഥ എഴുതിയിട്ടുണ്ട്. ആ ആത്മകഥയെക്കുറിച്ച് ഞാൻ വിചാരിക്കുന്നത്, ശാന്തപുരം മഹല്ലിനെ സംബന്ധിച്ചിടത്തോളം ഈ മഹല്ലിന്റെ ആവിർഭാവവും ഈ മഹല്ലിന്റെ പാരമ്പര്യവും ഈ മഹല്ലിന്റെ ചരിത്രവും എക്കാലത്തേക്കുമായി രേഖപ്പെടുത്തപ്പെട്ട ഒരേ ഒരു രേഖ അദ്ദേഹത്തിന്റെ ആത്മകഥയാണെന്നാണ്. ഗതകാല സ്മൃതികൾ എന്ന പേരിൽ അദ്ദേഹം എഴുതിയിട്ടുള്ള ആ പുസ്തകത്തിന്റെ ആദ്യത്തെ അധ്യായം ശാന്തപുരം എന്ന മാതൃകാ മഹല്ല് എന്ന തലക്കെട്ടാണ്. ആ ഒരു അധ്യായത്തിന്റെ ഏറ്റവും അവസാനത്തിൽ, പുതിയ ഒരു അധ്യായത്തിൽ പോലുമല്ലാതെ അതിന്റെ അവസാനത്തിൽ മാത്രമാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ കുടുംബത്തെക്കുറിച്ചും അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസ ജീവിതത്തെക്കുറിച്ചും പറഞ്ഞിട്ടുള്ളത്. ഒരാത്മകഥാ സ്വഭാവത്തിൽ താൻ രചിച്ചിട്ടുള്ള ഒരു പുസ്തകത്തിൽ ആദ്യം തന്നെക്കുറിച്ച് എഴുതുന്നതിന് പകരം അദ്ദേഹം എഴുതിയത് ഈ മഹല്ലിനെ കുറിച്ചാണ്. ഈ മഹല്ല് ഇങ്ങനെ കേരളത്തിലെ വ്യതിരിക്തമായ ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ ആശയങ്ങൾക്ക് സ്വീകാര്യത ലഭിക്കുന്ന ഒരു പ്രദേശമായി വളർന്നു വരാനുണ്ടായ സാഹചര്യങ്ങളെയാണ് അദ്ദേഹം ആദ്യം തന്റെ ജീവിതത്തിന്റെ കഥ എന്ന പോലെ എഴുതി വെച്ചിട്ടുള്ളത്. ഈ മഹല്ലിന് അങ്ങനെ അഭിമാനിക്കാവുന്ന ഒരു വലിയ പുരോഗമന ചരിത്രമുണ്ട് എന്ന്, അല്ലെങ്കിൽ അന്ധവിശ്വാസങ്ങളിൽ നിന്നും അനാചാരങ്ങളിൽ നിന്നും ഒരു സമൂഹം മുഴുക്കെ ഇസ്ലാമിന്റെ യഥാർത്ഥത്തിലുള്ള ശബ്ദവും വിളിയും സന്ദേശവും മുന്നിലേക്ക് കടന്നു വന്നപ്പോൾ അതിനെ സ്വീകരിക്കുവാൻ, അതിനെ ഏറ്റുവാങ്ങാൻ സന്നദ്ധമായ ഒരു പാരമ്പര്യവും ഈ മഹല്ലിനുണ്ടെന്നും അതാണ് ഈ മഹല്ലിനെ കേരളത്തിലെ മറ്റു മഹല്ലുകളിൽ നിന്ന് വ്യതിരിക്തമാക്കി നിർത്തിയത് എന്നും ഉള്ള ചരിത്രം നമുക്ക് വായിക്കാനുള്ള ഒരേ ഒരു റെഫറൻസ്, ഒരേ ഒരു അവലംബം ഹൈദരലി സാഹിബാണ് എന്നതാണ്. ജീവിതത്തിൽ അദ്ദേഹം കടന്നുപോയ വഴികളെ, അദ്ദേഹത്തിൽ ഏൽപ്പിക്കപ്പെട്ട നിയോഗങ്ങളെ അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുള്ളത് ശാന്തപുരത്ത് പഠിച്ചു വളർന്ന, ജനിച്ചു ജീവിച്ച് പഠിച്ചു വളർന്ന ഒരു കാലഘട്ടത്തിന് ശേഷം, അങ്ങനെയുള്ള ഒരു ശാന്തപുരം കാലത്തിന് ശേഷം പിന്നീട് ആദ്യമായി ഇസ്ലാമിക പ്രവർത്തന മാർഗത്തിൽ ഒരു ഇസ്ലാമിക പ്രബോധകനായി, ഒരു ഇസ്ലാമിക പ്രവർത്തകനായി അദ്ദേഹം നിയോഗിക്കപ്പെട്ട അന്തമാനിലെ ഇസ്ലാമിക പ്രവർത്തനത്തിന്റെയും ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെയും ചരിത്രം രേഖപ്പെടുത്തിക്കൊണ്ടാണ് ജീവിതത്തിൽ അദ്ദേഹത്തിന്റെ ആദ്യത്തെ ഒരു നിയോഗം ശാന്തപുരത്തിന് പുറത്തേക്ക് അങ്ങനെയായിരുന്നു. അദ്ദേഹം സ്വയം തെരഞ്ഞെടുത്ത വഴികളായിരുന്നില്ല അദ്ദേഹത്തിന്റെ ജീവിതം എന്ന് പറയുന്നത്. മറിച്ച് ആന്തമാനിലേക്ക് ഒരു ഇസ്ലാമിക പ്രവർത്തകനായി ഇസ്ലാമിക പ്രബോധന പ്രവർത്തനം നിർവഹിക്കുവാൻ ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ ഭാഗത്തു നിന്ന് നിശ്ചയിക്കപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ അവിടെ പോവുകയും അവിടെ സേവനമനുഷ്ഠിക്കുകയും ചെയ്തയാളാണ്. അവിടെ നിന്നാണ് പെട്ടെന്നൊരു സന്ദർഭത്തിൽ തിരിച്ചുവിളിയുണ്ടാവുകയും മദീന യൂണിവേഴ്സിറ്റിയിലേക്ക് ഉപരിപഠനത്തിന് അവസരം നൽകപ്പെട്ട് കുറച്ചു കാലം പഠനത്തിന് വേണ്ടി, ഉപരിപഠനത്തിന് വേണ്ടി റസൂലിന്റെ മദീനയിലേക്ക്, ആ മദീനയുടെ തിരുമുറ്റത്തേക്ക് അദ്ദേഹം ജീവിതം പറിച്ചു നടുകയും ചെയ്തു. പഠനത്തിന് ശേഷം വീണ്ടുമുള്ള ഒരു തിരിച്ചുവരവ്, അതിനുശേഷം ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ വളരെ ഉത്തരവാദിത്തപ്പെട്ട, പ്രത്യേകിച്ചും വൈജ്ഞാനികമായ മേഖലകളിൽ
ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെടുന്നു. പ്രബോധനത്തിന്റെ പത്രാധിപ സമിതിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്നു. ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ ഓഫീസിൽ അടിയന്തരാവസ്ഥ കാലത്ത് സേവനമനുഷ്ഠിക്കുന്ന ഓഫീസ് സെക്രട്ടറിയായി അദ്ദേഹം സേവനമനുഷ്ഠിക്കുന്നു. അങ്ങനെ നിയോഗിക്കപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ വളരെ ഭംഗിയായി ചെയ്ത് അടിയന്തരാവസ്ഥ കാലത്ത് ഇസ്ലാമിന് വേണ്ടി, ഇസ്ലാമിക പ്രസ്ഥാനത്തിന് വേണ്ടി ജയിൽവാസം അനുഷ്ഠിച്ച് അതിനുശേഷം വളരെ സുദീർഘമായ ഒരു കാലത്തേക്ക്, അതും ഒരു നിയോഗമായിട്ട്, ശരിക്കും ദാഇ എന്ന് പറയുന്ന വിശേഷണത്തോടുകൂടി ഇസ്ലാമിക പ്രബോധകൻ എന്ന ഒരു ടൈറ്റിലിൽ പ്രവാസ ലോകത്തേക്ക് UAE-യിലേക്ക് നിയോഗിക്കപ്പെടുകയും സുദീർഘമായ തന്റെ ജീവിതത്തിന്റെ സുദീർഘമായ 3 പതിറ്റാണ്ടിലേറെ കാലം അവിടെ ഇസ്ലാമിക പ്രവർത്തന മാർഗത്തിൽ, ഇസ്ലാമിക പ്രബോധന മാർഗത്തിൽ നിറഞ്ഞു നിൽക്കുകയും ചെയ്ത വ്യക്തിത്വം. അതിനുശേഷം പ്രവാസത്തിന് ശേഷം നാട്ടിലേക്ക് തിരിച്ചു വരികയും ഇവിടെ ശാന്തപുരത്തിന്റെ എല്ലാ നിലക്കും അഭിമാനമായ ഈ മഹത്തായ സ്ഥാപനത്തിന്റെ സാരഥ്യത്തിലേക്ക് അവിടെ അധ്യാപകനായും അവിടെ ചുമതലകളിലേക്കും കടന്നു വരികയും ചെയ്ത ഒരു ജീവിതമാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. അതിലുടനീളമുള്ളത് താനെന്ന വ്യക്തിയെ കുറിച്ച് പറയുന്നതിനപ്പുറത്ത് താൻ കടന്നു വന്ന വഴികളിൽ ഇസ്ലാമിക പ്രസ്ഥാനവും മുസ്ലിങ്ങളും ഇസ്ലാമിക സ്ഥാപനങ്ങളും ഒക്കെ എങ്ങനെയാണ് ഏതുതരം പ്രതിസന്ധികളെയും വെല്ലുവിളികളെയും മറികടന്നുകൊണ്ടാണ് കടന്നു പോകുന്നത് എന്നതാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. അങ്ങനെ ആ നിലക്ക് ശാന്തപുരത്തുകാർക്ക് മാത്രമല്ല, പ്രവാസ ലോകത്തെ വലിയ ഒരു തലമുറക്ക്, വലിയ ഒരു സമൂഹത്തിന് ഇഷ്ടക്കാരനും ഗുരുതുല്യനും ഉസ്താദും ആദരണീയനായ പണ്ഡിതവര്യനും തങ്ങളുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളിലും ഉപദേശം തേടാവുന്ന ഒരു മുഖ്യ അവലംബവുമായി വർദ്ധിച്ചിരുന്ന ഒരു വലിയ തണൽമരമാണ് ഈ ലോകത്തെ തന്റെ ദൗത്യങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ വിധിപ്രകാരം തിരിച്ചു നടന്നിട്ടുള്ളത്. ആ നഷ്ടം നികത്തപ്പെടുകയില്ല എന്നാണ് സ്വാഭാവികമായും നമ്മൾ വിചാരിക്കുന്നത്. അങ്ങനെ വിനയമുള്ള, അങ്ങനെ നമ്മളെ ഉപദേശിക്കാൻ കഴിയുന്ന, അങ്ങനെ ജീവിതത്തിൽ സൂക്ഷ്മത പുലർത്തി മാതൃക കാണിച്ച ഒരു വ്യക്തിയെ നമുക്ക് വേറെ കണ്ടെത്തുക, നമ്മുടെ ഈ തലമുറയിൽ കണ്ടെത്തുക എന്ന് പറയുന്നത് വളരെ പ്രയാസകരമായിരിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്ത് തന്നെ സ്നേഹിക്കുന്ന ധാരാളം കണക്ക് മനുഷ്യരുടെ പ്രാർത്ഥനകളിലൂടെയാണ് അദ്ദേഹത്തെ തിരിച്ചു വിളിച്ചിട്ടുള്ളത്. അള്ളാഹു അദ്ദേഹത്തെ സ്വീകരിക്കുമാറാകട്ടെ. ജീവിതത്തിൽ അദ്ദേഹം ചെയ്തിട്ടുള്ള ചെറുതും വലുതുമായ എല്ലാ നന്മകളെയും പരിപൂർണ ഇഖ്ലാസോടുകൂടിയുള്ള പരിപൂർണ പ്രതിഫലാർഹമായ സൽക്കർമ്മങ്ങളായി അള്ളാഹു സ്വീകരിച്ച് നമുക്ക് വേണ്ടി അള്ളാഹു അദ്ദേഹത്തിന്റെ ബർസഖയായ ജീവിതത്തിൽ സുഖവും സന്തോഷവും ഐശ്വര്യങ്ങളും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. വല്ല വീഴ്ചകളും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ കാരുണ്യവാനായ നാഥൻ അദ്ദേഹത്തിന് അത് വിട്ടുപുറത്ത് മാപ്പാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ വിയോഗത്തിൽ സ്വാഭാവികമായും സങ്കടപ്പെടുന്ന, വ്യസനിക്കുന്ന അദ്ദേഹത്തിന്റെ കുടുംബത്തിലുള്ളവർ, ഭാര്യ, മക്കൾ എന്നിവരൊക്കെ, കാരണം അത്ര പ്രിയപ്പെട്ട ഉപ്പയെയും അതുപോലെ തന്നെ ഇണയെയും ഒക്കെയാണ് അവർക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളത് എന്ന കാര്യത്തിൽ സംശയമില്ല. വളരെ സുഖകരമായ ആ കുടുംബ ബന്ധത്തിന്റെ ഊഷ്മളത നമ്മുടെ മുമ്പിലേക്ക് ഇങ്ങനെ തുറന്നു വെക്കുന്ന രീതിയിലാണ് കഴിഞ്ഞ ശനിയാഴ്ച രാവിലെ അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു പോയിട്ടുള്ളത്. രാവിലെ എണീറ്റ് സുബ്ഹി നമസ്കരിച്ചതിന് ശേഷം, പ്രാഥമിക കർമ്മങ്ങൾ നിർവഹിച്ചതിന് ശേഷം ഭാര്യ പത്രം വായിച്ചു കൊടുക്കുക, എന്നിട്ടത് കേട്ടിരിക്കുക എന്നത് ഒരു മാതൃകായോഗ്യമായ ഒരു കുടുംബത്തിലെ രാവിലെയുള്ള ഓർക്കാൻ രസമുള്ള ഒരനുഭവമാണ് എന്ന കാര്യത്തിൽ നമുക്ക് സംശയമില്ല. ഭാര്യയുടെ ആ പത്രവായനയും അത് കേൾക്കലുമൊക്കെ കഴിഞ്ഞതിന് ശേഷം പ്രഭാത ഭക്ഷണത്തിന് ശേഷം സാധാരണ കിടക്കുന്നത് പോലെ ഒരു വിശ്രമത്തിന് ഒരുങ്ങിയതാണ്. അതിനിടയിലാണ് ആരും അറിയാതെ, പ്രയാസങ്ങളില്ലാതെ, അസ്വസ്ഥതകളില്ലാതെ ആ വിയോഗമുണ്ടായിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെ അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിച്ച ഇടങ്ങളിലൊക്കെയും മനുഷ്യരെ ഇസ്ലാമികമായി സംസ്കരിക്കുവാനുള്ള നിതാന്ത പരിശ്രമത്തിലാണ് അദ്ദേഹം ഏർപ്പെട്ടത്.
അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങൾ. ഹൈദരലി സാഹിബ് എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനമായി ഹൈദരലി സാഹിബ് എന്ന് പറഞ്ഞാൽ ഹജ്ജാണ് എന്ന് പറയാൻ കഴിയും വിധമുള്ള ഒരു ജീവിതമാണ് അദ്ദേഹത്തിനുള്ളത്. ഹൈദരലി സാഹിബ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഓർമ്മയിലേക്ക് വരിക ഹജ്ജും ഉംറയുമാണ്. ഹജ്ജിനെയും ഉംറയെയും മലയാളി സമൂഹത്തിന് ഇത്രമേൽ പ്രിയങ്കരമാക്കിയതിന്റെ, ഇത്രമേൽ ലളിതമാക്കിയതിന്റെ, ഇത്രമേൽ അതിന്റെ ആവേശവും വൈകാരികതയും ചൈതന്യവും കർമ്മശാസ്ത്രവും ഉൾക്കൊള്ളാൻ മലയാളി സമൂഹത്തെ പ്രാപ്തമാക്കിയതിന്റെ ഒരു പുണ്യം, അതിന്റെ ഒരു പ്രതിഫലം ജാരിയായ ഒരു സ്വതക്കയായി എന്നും ഹൈദരലി സാഹിബ് ഉണ്ടാകും എന്ന് കരുതാവുന്ന വിധത്തിലാണുള്ളത്. ആ മാർഗത്തിലുള്ള അദ്ദേഹത്തിന്റെ സംഭാവന. അതല്ലാതെയും സംസ്കരണ പ്രധാനമായ ഒരുപാട് സംരംഭങ്ങൾക്ക്, പ്രത്യേകിച്ചും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾക്ക് ബീജാവാപം നൽകുകയും അതിന് നേതൃത്വം നൽകുകയും അതിനെ ഊട്ടിയുറപ്പിക്കുകയും ചെയ്തിട്ടുള്ള ഒരു മഹത്തായ ജീവിതമാണ് അദ്ദേഹം നയിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ സംസ്കരണ ചിന്തകൾ നമുക്ക് വായനയ്ക്ക് ലഭ്യമാണ്. ഈ സന്ദർഭത്തിൽ അത് വിശദീകരിക്കാൻ സന്ദർഭമില്ല. അതേസമയത്ത് അദ്ദേഹത്തിന്റെ ഈ ഒരു സന്ദർഭത്തിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന ചില വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഉള്ള അദ്ദേഹത്തിന്റെ ചില എഴുത്തുകളുണ്ട്. അത് നമ്മൾ പ്രാധാന്യപൂർവ്വം വായിക്കേണ്ടതാണ്. അദ്ദേഹത്തിന്റെ രചനകളിൽ ഖുർആനിലെ കുടുംബസങ്കല്പം എന്ന അദ്ദേഹത്തിന്റെ ഒരു ലേഖനമുണ്ട്. അദ്ദേഹം എഴുതിയിട്ടുള്ള സ്മൃതിരേഖകൾ എന്ന് പറയുന്ന ഒരു പുസ്തകത്തിൽ ആ ലേഖനം നമുക്ക് വായിക്കാവുന്നതാണ്. അതിൽ അദ്ദേഹം പറയുന്ന, ഇപ്പോൾ എനിക്ക് പറയേണ്ടുന്ന ഒരു വിഷയവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു കാര്യം കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഈ സംസാരം അവസാനിപ്പിക്കുന്നതാണ്. കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട് ഉള്ള ഖുർആനിക സങ്കല്പത്തെ അവതരിപ്പിക്കുമ്പോൾ ഖുതുബയുടെ തുടക്കത്തിൽ പാരായണം ചെയ്തിട്ടുള്ള ആയത്തിനെ മുൻനിർത്തിക്കൊണ്ട് അദ്ദേഹം പറയുന്ന സുപ്രധാനമായ ഒരു കാര്യം, വിവാഹം വഴി വന്നു ഭവിച്ചേക്കാവുന്ന വിഷമതകളെക്കുറിച്ച് ആശങ്കിച്ച് അതിൽ നിന്ന് അകന്നു നിൽക്കുന്ന ആളുകളെ ദാമ്പത്യ ജീവിതത്തിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ഖുർആൻ പറയുന്നു എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം ഈ ആയത്ത് ഉദ്ധരിക്കുന്നത്. നമ്മുടെ കാലഘട്ടത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ്. ഒരുപക്ഷെ എഴുതുന്ന കാലത്ത് അദ്ദേഹത്തിന്റെ സങ്കല്പങ്ങളിൽ ഇല്ലാതിരുന്ന തലങ്ങളിലേക്ക് വിവാഹത്തോട് വിമുഖത കാണിക്കുക എന്ന് പറയുന്ന ട്രെൻഡ് വളർന്നു കഴിഞ്ഞ ഒരു കാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ എന്തെങ്കിലും പ്രയാസങ്ങൾ, കുടുംബജീവിതം ഉണ്ടാക്കുന്ന, വിവാഹം ഉണ്ടാക്കുന്ന എന്തെങ്കിലും പ്രയാസങ്ങൾ കാരണമായി കുടുംബജീവിതത്തിൽ നിന്ന് അല്ലെങ്കിൽ വിവാഹത്തിൽ നിന്ന് വിമുഖത കാണിക്കുന്ന ആളുകളെ ആ വിമുഖതയിൽ നിന്ന് അവരെ മുക്തരാക്കി വിവാഹത്തിന് അവരെ പ്രോത്സാഹിപ്പിക്കുന്നു. ആ പ്രോത്സാഹനവും പിന്തുണയും അവർക്ക് നൽകാനുള്ള സമൂഹത്തിന്റെ ബാധ്യതയെ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നു. ആ ആയത്താണ് വഅൻകിഹുൽ അയാമാ മിൻകും, നിങ്ങളിൽ നിന്ന് വിവാഹം കഴിക്കാത്ത, പല കാരണങ്ങളാൽ വിവാഹം കഴിക്കാതെ പോകുന്ന ആളുകളുടെ വിവാഹകാര്യത്തിൽ നിങ്ങൾ മുൻകൈ തെളിക്കുക എന്ന് സമൂഹത്തിന് നൽകുന്ന വിശുദ്ധ ഖുർആനിന്റെ ആഹ്വാനം. പല നിലക്ക് വിവാഹത്തോടുള്ള വിമുഖതകൾ പ്രകടമായിക്കൊണ്ടിരിക്കുന്ന കാലത്താണ് തണലാണ് കുടുംബം എന്ന ഒരു ക്യാമ്പയിനിലൂടെ ഇസ്ലാമിക പ്രസ്ഥാനം കേരളീയ സമൂഹത്തിൽ കുടുംബത്തെ കടന്നാക്രമിക്കുന്ന അനിസ്ലാമികവും മനുഷ്യവിരുദ്ധവുമായ ഉദാര സ്വാതന്ത്ര്യ ചിന്തകൾക്ക് എതിരെയുള്ള ഒരു സമരമുഖം തുറന്നു പിടിച്ചിരുന്നു. ആ സമരമുഖം കൂടുതൽ ഊക്കിൽ, കൂടുതൽ കരുത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മെ നിർബന്ധിതമാക്കുന്ന പ്രവണതകൾ വളരെ ഉത്തരവാദപ്പെട്ട സമൂഹത്തെ സംരക്ഷിക്കുമെന്ന്, സാമൂഹ്യ താല്പര്യങ്ങൾക്കാണ് അവർ മുൻഗണന കൊടുക്കുന്നതെന്ന് നമ്മൾ തെറ്റിദ്ധരിച്ച കക്ഷികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ വളരെ ഉത്തരവാദപ്പെട്ട അല്ലെങ്കിൽ ഉത്തരവാദിത്വം കാണിക്കേണ്ടുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ മുഖപത്രത്തിന്റെ കവർ ചിത്രത്തിൽ ഏറ്റവും റീസെന്റായി വന്നിട്ടുള്ളത് ഡോണ്ട് മാരി ബി ഹാപ്പി എന്ന തലക്കെട്ടാണ്. വിവാഹം കഴിക്കാതിരിക്കുക എന്നിട്ട് ഹാപ്പി ആയിരിക്കുക എന്ന മുദ്രാവാക്യമാണ്. എന്നിട്ട് കുടുംബ വിമുക്ത ജീവിതത്തിലേക്കുള്ള ന്യൂജൻ ട്രെൻഡുകൾ എന്ന വലിയ തലക്കെട്ടിൽ അതിനകത്ത് അവതരിപ്പിക്കുന്ന ലേഖനങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു ലേഖനത്തിന്റെ തലക്കെട്ട് ഇനി നാം വീടുകൾക്ക് തീ കൊടുക്കുക എന്നതാണ്.
എന്ന് പറഞ്ഞാൽ കുടുംബത്തെ, നിലവിലുള്ള കുടുംബഘടനയെ പോസിറ്റീവായൊരു വിമർശനമാണ് എന്നതിനെ ഒരുപക്ഷെ നമുക്ക് വായിക്കാമെങ്കിലും അതിനുവേണ്ടി നിരത്തുന്ന ന്യായങ്ങൾ ഒരു സാമൂഹിക ജീവിതത്തിൽ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റാത്ത, അംഗീകരിക്കാൻ പറ്റാത്ത, ഒരു സമൂഹത്തിനും നിലനിൽക്കാൻ കഴിയാത്ത വിധം ആ സമൂഹത്തിന്റെ നിലനിൽപ്പിനെ ചോദ്യം ചെയ്യുന്ന വ്യക്തിവാദവും ഉദാരമായ സ്വാതന്ത്ര്യവാദവും ഉന്നയിച്ചുകൊണ്ടാണ് വീടുകൾക്ക് തീയിടാനുള്ള, കുടുംബങ്ങൾക്ക് തീയിടാനുള്ള ആഹ്വാനങ്ങളും വിവാഹം കഴിക്കാതിരിക്കുക, അങ്ങനെ വിവാഹം കഴിക്കാതെ ഹാപ്പി ആയിരിക്കുക എന്ന മെസ്സേജുകളുമൊക്കെ ഉത്തരവാദപ്പെട്ടവർ എന്ന് നമ്മൾ കരുതുന്നവർ പോലും സമൂഹത്തിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഖുർആനികമായ കുടുംബസങ്കല്പത്തെ കുറിച്ച് നമ്മെ ഓർമ്മപ്പെടുത്തുന്ന വചനങ്ങൾ, അതിന്റെ പഠനം, അതിനനുസരിച്ചുള്ള സാമൂഹ്യ ബാധ്യതയുടെ നിർവഹണം എന്നൊക്കെ പറയുന്നത് വളരെ പ്രസക്തമാകുന്നത്. അതുകൊണ്ട് കൂടുതൽ ആഴത്തിൽ, പരപ്പിൽ, കൂടുതൽ ഗൗരവത്തിൽ കുടുംബത്തെക്കുറിച്ച് ആലോചനകൾ നടത്തുകയും കുടുംബഘടനയെ മുറുകെ പിടിക്കുകയും എന്തൊക്കെ പ്രശ്നങ്ങൾക്കാണോ നമ്മളിലുള്ള അബദ്ധങ്ങൾ കാരണമായി, നമ്മുടെ തെറ്റായ ആചാരങ്ങൾ വഴി, മാമൂലുകൾ വഴി കുടുംബഘടനയിൽ വന്നു ചേർന്നിട്ടുള്ളത്, അവയിൽ സമൂലമായ പരിവർത്തനത്തിന് സന്നദ്ധമാവുകയും ചെയ്യുക എന്നത് ഈ ഘട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് നമ്മൾ തുറന്നു പിടിച്ചിട്ടുള്ള സമരമുഖം കൂടുതൽ ഊക്കിൽ, കൂടുതൽ കരുത്തിൽ കുടുംബത്തെ സംരക്ഷിച്ചു നിർത്താനും അതിന് വിരുദ്ധമാകുന്ന, അതിന്റെ കടക്കൽ കത്തിവെക്കുന്ന, അതിനെ തകർക്കാനുള്ള ആഹ്വാനങ്ങൾക്ക് പഴുതുകൾ കിട്ടുന്ന സാഹചര്യങ്ങളെ ഇല്ലായ്മ ചെയ്യാനുമുള്ള ജാഗ്രത സമൂഹത്തിന് മൊത്തത്തിൽ ഉണ്ടാകേണ്ടുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. മുസ്ലിം സമുദായത്തിന് ഈ വിഷയത്തിൽ സവിശേഷമായ ബാധ്യതയുണ്ട് എന്നുകൂടി ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീൻ മുന്നോട്ട് വെക്കുന്ന, വിശുദ്ധ ഖുർആൻ മുന്നോട്ട് വെക്കുന്ന ജീവിത സങ്കല്പം അനുസരിച്ച് നമ്മുടെ ജീവിത രീതികളെ വ്യവസ്ഥപ്പെടുത്തുവാൻ, അത് മുന്നോട്ട് വെക്കുന്ന ഘടനകളിൽ നമ്മുടെ ജീവിതത്തെ വ്യവസ്ഥപ്പെടുത്തി ഊട്ടിയുറപ്പിച്ച് നിലനിർത്തി മനുഷ്യ സമൂഹത്തെ എല്ലാ തരത്തിലുള്ള വെല്ലുവിളികളിൽ നിന്നും, അപകടങ്ങളിൽ നിന്നും കാത്തുരക്ഷിക്കാനുള്ള, അവരെ സന്മാർഗത്തിൽ നമുക്ക് നയിക്കാനുള്ള നമ്മുടെ ബാധ്യത നിർവഹിക്കുവാനുള്ള സന്നദ്ധതയും അതിനുള്ള അറിവും വിജ്ഞാനവും അതിനുള്ള കരുത്തും പ്രദാനം ചെയ്ത് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين. اللهم صل وسلم وبارك على محمد وعلى آله وصحبه أجمعين. عباد الله أوصيكم وإياي ثانيا بتقوى الله. يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. طيب ثراهم واجعل الجنة مأوانا ومأواهم. اللهم أجرنا من النار، اللهم أجرنا ووالدينا من النار. اللهم ارحم موتانا وموتى المسلمين واشف مرضانا ومرضى المسلمين. اللهم ارحم آباءنا وأمهاتنا كما ربونا صغارا. اللهم اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا أفرغ علينا صبرا وثبت أقدامنا وانصرنا على القوم الكافرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا توفنا مسلمين وألحقنا بالصالحين. اللهم أعز الإسلام والمسلمين في كل مكان في العالم يا رب العالمين. اللهم انصر الإسلام والمسلمين. اللهم انصر إخواننا المجاهدين في سبيلك في غزة. اللهم انصر إخواننا في فلسطين. اللهم انصر إخواننا في سوريا. اللهم انصر إخواننا المظلومين
المظلومين المضطهدين في كل مكان في العالم يا رب العالمين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. فاغفر لنا يا غافر المذنبين وارحمنا بأنواع رحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وعلى آله وصحبه أجمعين. الله أكبر الله أكبر أشهد أن لا إله إلا الله أشهد أن محمدا رسول الله. حي على الصلاة حي على الفلاح قد قامت الصلاة قد قامت الصلاة. الله أكبر الله